ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി ഒരു നാടൻ ഒഴിച്ചുകറിയാണ് കേട്ടോ. നമ്മുടെ ചെമ്മീനും മാങ്ങയും ചേർത്ത് മുളകരച്ച കറി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ പേരൊന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. ഇത് ചോറിന് വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാങ്ങയാണിത്. ഇതിലേക്കായിട്ട് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം. കുറച്ച് കറിവേപ്പില, 3/4 കപ്പ് തേങ്ങ ചിരവിയത്, 100 ഗ്രാം പ്രോൺസ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ പ്രോൺസ് ചേർത്തിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യാം കേട്ടോ. പ്രോൺസ് ചേർക്കാതെ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. പ്രോൺസ് ചേർത്തിട്ട് തന്നെ ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് പച്ചച്ചെമ്മീൻ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാം. ഉണക്കച്ചെമ്മീൻ ഒന്ന് വറുത്ത് പൊടിച്ചതിന് ശേഷം ചേർക്കാം. അപ്പോൾ അത് പിന്നീട് ഒരു ദിവസം നമുക്ക് ആ വീഡിയോ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കറി റെഡിയാക്കാൻ തുടങ്ങാം. ഈ മാങ്ങ ചെമ്മീനൊക്കെ ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്ക് വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ മാങ്ങ കട്ട് ചെയ്തെടുക്കാം. തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്യണം എന്നൊന്നുമില്ല. ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തു, ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തു, പച്ചമുളകും കട്ട് ചെയ്തെടുത്തു. നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു 4-5 ഇതിൽ കറിവേപ്പില, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും, അതുപോലെ തന്നെ നമ്മുടെ പ്രോൺസും ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നുള്ളൂ. 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ അല്ല, എരിവുള്ള മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മതി. ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട്. അപ്പോൾ ആകെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കറി 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ചെമ്മീനും മാങ്ങയും ചേർത്തിട്ട് നമുക്ക് മുളക് അരച്ചും വയ്ക്കാം, തേങ്ങ അരച്ചും വയ്ക്കാം. ഞാനിപ്പോൾ മുളക് അരച്ചാണ് വയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇനി അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. മീൻകറിയുടെ ഏകദേശം ഒരു കളറിൽ ഇരിക്കുന്നുണ്ടെങ്കിലും മീൻകറിയുടെ ടേസ്റ്റ് അല്ല, ചെമ്മീൻ കറിയുടെ ടേസ്റ്റ് തന്നെയാണ് വരിക. അപ്പോൾ ഇത് കുക്കാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഞാനിപ്പോൾ കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. എരിവിന് വേണ്ട പൊടികളൊക്കെ നമ്മൾ കഷ്ണം വേവിക്കാൻ വെച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതൊരു 1.25 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അരപ്പിന് കുറച്ച് കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നിറയെ ചേർക്കുക. ഇനി നമുക്കിത് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ മീൻകറിക്ക് അരയ്ക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. നമ്മുടെ ചെമ്മീനും മാങ്ങയും കുക്കായി കഴിയുമ്പോൾ അരപ്പൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയും ചെമ്മീനും എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇതുണ്ടോ, മാങ്ങയൊക്കെ ട്രാൻസ്പെറൻ്റായി വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം നമ്മൾ മാങ്ങ എത്ര ചേർക്കണം എന്ന് തീരുമാനിക്കാൻ. ഇതിപ്പോൾ മാങ്ങ ഉടഞ്ഞു പോയിട്ടോ. പച്ച മാങ്ങ, ചെറിയ മാങ്ങയായിരുന്നു, അധികം മൂപ്പാവാത്ത മാങ്ങയായിരുന്നു. അപ്പോൾ മാങ്ങയൊക്കെ ഉടഞ്ഞു പോയി നന്നായിട്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടി വെള്ളം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരപ്പിന് കുറച്ച് തിക്നെസ് കൂടുതലാണ്. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്.
ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. സാധാരണ നമ്മൾ ഒഴിച്ചുകറികൾ തിളച്ച് വരാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ഈ ഒരു കറി ഒന്ന് തിളച്ച് വന്നാലേ പെർഫെക്റ്റ് ആവുള്ളൂ. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വേണ്ട വറവ് ചേർക്കാൻ. ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളകും കൂടി ചേർക്കുക. അതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് നന്നായിട്ട് കറി ഒന്ന് തിളക്കട്ടെ. നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കുകയാണെങ്കിൽ കറി തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തേങ്ങ അരച്ച് വയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളറിൽ കറി വയ്ക്കുകയാണെങ്കിൽ കറി തിളയ്ക്കരുത്. പക്ഷേ ഇതുപോലെ മുളക് അരച്ച് വയ്ക്കുന്ന കറികളാണെങ്കിൽ നമുക്ക് അരപ്പ് തിളച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിക്ക് പുളി കുറവാണെങ്കിൽ, മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഞാൻ പറയാം കേട്ടോ. ഒരു 2 പീസ് കുടംപുളിയും കൂടി ചേർത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. നമ്മൾ ചെമ്മീനും മാങ്ങയും കുക്ക് ചെയ്യാൻ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ 2 പീസ് കുടംപുളിയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പുളി കിട്ടും. പുളി കുറവാണ് മാങ്ങയ്ക്കെങ്കിൽ മാത്രം. പുളി കറക്റ്റാണെങ്കിൽ ഈ ഒരു പുളിയുടെ സ്റ്റേജ് ഒഴിവാക്കാം. ഇപ്പോൾ ചില മാങ്ങയ്ക്ക് നമുക്ക് കിട്ടുന്നത് പുളി കുറവായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് തിള വന്ന് തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. എരിവൊക്കെ കറക്റ്റാണ്. ഇനി എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് തന്നെ വീണ്ടും കറി തിളച്ചോളും. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട വറവ് ചേർക്കാം. നമ്മളിതിൽ വറവും കൂടി ചേർത്താലേ ഈ കറി പെർഫെക്റ്റ് ആവുള്ളൂ. ഇത് ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും കഴിക്കാം, അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയും കഴിക്കാം. ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ കറി ഇവിടെ ഇരുന്ന് തിളച്ചോട്ടെ. ചട്ടിയുടെ ചൂടിലാവുമ്പോൾ തിളച്ചോളും. നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ വറവ് ചേർക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മളിതിലേക്ക് ഉലുവയും കൂടി ചേർക്കണം കേട്ടോ വറവ് ചേർക്കുമ്പോൾ. വെറുതെ കടുക് മാത്രം ചേർത്ത് വറവ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. ഉലുവയും കൂടി ചേർത്താലേ നമ്മുടെ കറി പെർഫെക്റ്റ് ആവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉലുവ ചേർക്കണം എന്ന് പറഞ്ഞത്. ഉലുവ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയിലേക്ക് 1 പിഞ്ച് ഉലുവപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്കൊരു 5 ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് വറ്റൽമുളക് ചേർക്കണം. ഞാനൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ചൂട് മാറി കഴിയുമ്പോൾ നമ്മുടെ കറി ഉപയോഗിക്കാം. ചൂടോടുകൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ടേസ്റ്റ് ആവില്ല. ചൂട് മാറിയിട്ട് ഉപയോഗിച്ചാലേ പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു കറി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ലൈക്കും കൂടെ തരാൻ മറക്കരുത് കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യണം. അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെയുള്ള റെസിപ്പികളൊക്കെ നമുക്ക് ഇനിയും ഷെയർ ചെയ്യാം കേട്ടോ. മാങ്ങയുടെ സീസൺ ആകുമ്പോൾ മാങ്ങ ചേർത്തിട്ടുള്ള റെസിപ്പികളൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.